ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിവിടെ മാത്തമാറ്റിക്സിലെ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതിനെ ഈസിയസ്റ്റ് മെത്തേഡായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാൻ നോക്കാം. കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഞാനിത് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇതിൽ ഒരുപാട് ഇക്വേഷൻസും അതുപോലെ തന്നെ ഒരുപാട് ടേംസും ഓർത്ത് വെക്കാനുണ്ട്. ഓക്കെ, അതൊക്കെ ഈ ചാപ്റ്ററിന് എടുക്കുന്ന സമയത്ത് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അതാണ് ചാപ്റ്ററിന്റെ പേര് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി സാധാരണ നമ്മൾ കേൾക്കുന്നതാണ് ഡിഗ്രി മെഷർ അല്ലേ. ആംഗിൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അളവാണ് എന്ത് ഡിഗ്രി എന്ന് പറയുന്നത്. ഡിഗ്രി മെഷർ നമ്മൾ പറയും 10 ഡിഗ്രി 40 ഡിഗ്രി 90 ഡിഗ്രി അങ്ങനെ പഠിച്ചിട്ടുണ്ട് അല്ലെ, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡിഗ്രി എന്ന് പറയുന്നത് ഒരു വലിയ അളവാണ്. ഇപ്പൊ നമ്മളൊരു ക്ലോക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോക്കിലെ ടൈം എന്ന് പറയുമ്പോൾ നമ്മൾ അവറിൽ പറയും. അതുപോലെ അവറിന്റെ ചെറിയൊരു യൂണിറ്റ് ആണ് ഏത് മിനിറ്റ്. അതുപോലെ മിനിറ്റിന്റെ ചെറിയൊരു യൂണിറ്റ് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത്. അങ്ങനെ സ്മോളർ യൂണിറ്റ്സ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ ഈ ഡിഗ്രി മെഷറിനും അതിന്റെ സ്മോളർ യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ ഡിഗ്രി മെഷറിന്റെ സ്മോളർ യൂണിറ്റ്സ് ആണ് നമ്മൾ ക്ലോക്കിലെ ടൈം പറഞ്ഞ പോലെ തന്നെ ഡിഗ്രിയുടെ സ്മോൾ യൂണിറ്റ് ആണ് മിനിറ്റ്. അതുപോലെ തന്നെ മിനിറ്റിന്റെ സ്മോൾ യൂണിറ്റ്സ് ആണ് സെക്കൻഡ്. ഓക്കെ, നമ്മൾ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിഗ്രിന്റെ സ്മോളർ യൂണിറ്റ്സ് ആണ് മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1 ഡിഗ്രി ഈക്വൽ ടു 60 മിനിറ്റ് ആണ്. നമ്മൾ ടൈം പറയുന്നത് പോലെ തന്നെ നമ്മൾ പറയില്ല 1 അവർ ഈക്വൽ ടു 60 മിനിറ്റ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 1 ഡിഗ്രി ഈക്വൽ ടു 60 മിനിറ്റ് ആണ്. അതുപോലെ 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് ആണ്. ഓക്കെ, ഈ രണ്ട് കാര്യം ഒന്ന് ഓർത്ത് വെക്കാം, നമുക്ക് പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യാനുണ്ടാവും. ഓക്കെ, അപ്പോൾ ഡിഗ്രി മെഷർ. അതുപോലെ ഒരു സെക്കൻഡ് മെഷറിംഗ് യൂണിറ്റ് ആണ് റേഡിയൻ എന്ന് പറയുന്നത്. ഡിഗ്രി പോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് റേഡിയൻ. നമ്മൾ ഡിഗ്രി എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് ട്രയാങ്കിൾസിന്റെ അതുപോലെ അങ്ങനെയുള്ള ഈ കാര്യം ഇതിനാണ് നമ്മളെ ആംഗിള് ഡിഗ്രിയിൽ പറയാം. ഇനി സർക്കിളിന്റെ കേസാണ് വരുന്നെങ്കിൽ സർക്കിളിന്റെ ആംഗിൾ നമ്മൾ പറയാം റേഡിയനിലാണ്. സർക്കിളിന്റെ ആംഗിൾ മെഷർ ചെയ്യുന്നത് റേഡിയൻ എന്ന് പറയും. അതിനെ നമ്മൾ റാഡ് എന്നാണ് റെപ്രസെന്റ് ചെയ്യുക, RAD. ഓക്കെ, റേഡിയൻ. നമ്മളൊരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ യൂണിറ്റ് സർക്കിൾ എന്ന് പറയുന്നത് അതിന്റെ റേഡിയസ് 1 യൂണിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ആർക്ക് ലെങ്ത്, ഇതാണ് ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത്. അത് അവിടെ ഉണ്ടാകുന്ന ചാപമുണ്ടല്ലോ, അതിനാണ് നമ്മൾ ആർക്ക് ലെങ്ത് എന്ന് പറയാ. ആർക്ക് ലെങ്ത് എന്ന് പറയുന്നതും 1 യൂണിറ്റ് ആണെങ്കിൽ, അതായത് ഒരു യൂണിറ്റ് സർക്കിളാണ് കൺസിഡർ ചെയ്യുന്നത്, റേഡിയസ് 1 യൂണിറ്റ്, അതുപോലെ അതിന്റെ ആർക്ക് ലെങ്തും 1 യൂണിറ്റ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് 1 റാഡ് ആയിരിക്കും. ഓക്കെ, അതായത് റേഡിയസിൽ നിന്ന് ഇവിടത്തേക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ് 1 റാഡ് ആയിരിക്കും. അത് യൂണിറ്റ് സർക്കിൾ ആയതുകൊണ്ട് 1 യൂണിറ്റ് ആണല്ലോ റേഡിയസും ആർക്ക് ലെങ്ത്തും, അതുകൊണ്ട് തന്നെ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 1 റാഡ് ആയിരിക്കും. അപ്പൊ ഈ റേഡിയൻ എന്ന് പറയുന്നത് നമ്മൾ സർക്കിൾ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ന് ഓർക്കാം. ഓക്കെ, ഡിഗ്രി അല്ല, നമ്മൾ അവിടെ റേഡിയൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തത് ഒരു യൂണിറ്റ് സർക്കിൾ, റേഡിയസ് എന്ന് പറയുന്നത് 1 യൂണിറ്റ്, ആർക്ക് ലെങ്ത് ഈക്വൽ ടു 1 യൂണിറ്റ്, അതുപോലെ അവിടുത്തെ ആംഗിൾ ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞാൽ 1 റാഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ഈ സർക്കിളിന്റെ ആംഗിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ആർക്ക് ലെങ്ത് ഈക്വൽ ടു, ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് L വെച്ചാണ് ഡിനോട്ട് ചെയ്യുക, സ്മോൾ ലെറ്റർ L ഈക്വൽ ടു R ഇൻറ്റു തീറ്റ. R എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണ്, തീറ്റ ആംഗിൾ ആണ്. ഓക്കെ, അപ്പൊ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് L ഈക്വൽ ടു R തീറ്റ. അത് ഓർത്ത് വെക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു സർക്കിൾ ആണ് അല്ലെ. അപ്പൊ സർക്കിളില് ഒരു 1 റവല്യൂഷൻ, അതായത് ഫുള്ളായി ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കണമെങ്കിൽ, കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു സർക്കിളിലെ ഫുൾ റൊട്ടേഷൻ 1 റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 1 റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണ് 2π ആണ്. അതായത് 360 ഡിഗ്രി ആണ് അല്ലെ. ഒരു സർക്കിളിന്റെ ഫുൾ റൊട്ടേഷൻ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കാന്ന് പറഞ്ഞാൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ 360യെ നമ്മള് റേഡിയനിലേക്ക് മാറ്റിയാൽ 360നെ റേഡിയനിലേക്ക് മാറ്റാന്ന് പറയുമ്പോൾ എത്രയാണ് 360 ഈക്വൽ ടു 2π ആണ് അല്ലെ. 2π, അതായത് റേഡിയനിലെ എല്ലാ അളവിലും എന്തുണ്ടാവും, എല്ലാ മെഷറിംഗ് ആംഗിളിലും പൈ ഉണ്ടാവും. അത് ഓർത്ത് വെക്കാം. റേഡിയൻ ആണെങ്കിൽ അവിടെ ഒരു പൈ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടാവും. ഓക്കെ, അപ്പൊ 360ക്ക് ഈക്വൽ ആയ റേഡിയൻ ആംഗിൾ ആണ് 2π. അതുപോലെ 180ക്ക് ഈക്വൽ ആയ റേഡിയൻ ആംഗിൾ ആണ്
പൈ എന്ന് പറയുന്നത്, അതായത് 2π പൈ. ഓക്കെ, അപ്പോൾ 2π റേഡിയൻ ഈക്വൽ ടു 360 ഡിഗ്രി, പൈ റേഡിയൻ ഈക്വൽ ടു 180 ഡിഗ്രി. 2π റാഡ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്, പൈ റാഡ് എന്ന് പറയുന്നത് 180 ആണെന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഈ പൈൻ്റെ വാല്യൂ. ഓക്കെ, പൈ ഈക്വൽ ടു നമ്മൾ ഫിസിക്സിലെല്ലാം പഠിച്ചിട്ടുണ്ട്, പൈൻ്റെ വാല്യൂ 3.14 അല്ലേ, 3.14 എന്ന് എടുക്കും. അതുപോലെ പൈൻ്റെ മറ്റൊരു വാല്യൂ ആണ് 22/7. നമുക്കിത് പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യാനുണ്ട്, അപ്പോൾ അത് ഓർത്ത് വെക്കാം. ഓക്കെ, പൈ ഈക്വൽ ടു 22/7 എന്ന് കൊടുക്കും. അതുപോലെ പൈ ഈക്വൽ ടു 3.14. ആ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് നമ്മൾ അത് അപ്ലൈ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇതിൽ മെയിനായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിഗ്രി മെഷറിലേക്ക് മാറ്റാൻ. അതായത് പൈയിൽ, അതായത് റേഡിയനിൽ നമുക്ക് ആംഗിൾ തരും, അതിനെ ഡിഗ്രി മെഷറിലേക്ക് മാറ്റേണ്ടി വരും. അതുപോലെ ഡിഗ്രി മെഷറിൽ തന്നിട്ടുള്ള ആംഗിളിനെ നമ്മൾ റേഡിയനിലേക്ക് മാറ്റേണ്ടി വരും. ഓക്കെ, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന 2 ഇക്വേഷൻസ് ആണിത്. അതായത് നമുക്ക് ഇവിടെ കിട്ടി പൈ റേഡിയൻ എന്ന് പറയുന്നത് എത്രയാണ്, 180 ഡിഗ്രി ആണ് അല്ലേ. അതായത് 180 ഡിഗ്രി ഈക്വൽ ടു പൈ റാഡ്. ഓക്കെ, അതിൽ നിന്ന് 1 ഡിഗ്രി നമുക്ക് കണ്ടുപിടിക്കാലോ. 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ പൈ ഡിവൈഡഡ് ബൈ ഈ 180 ഇങ്ങോട്ട് കൊണ്ടത് അല്ലേ, പൈ ബൈ 180 റാഡ് എന്ന് കിട്ടും 1 ഡിഗ്രി. ഓക്കെ, ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ 10 ഡിഗ്രി ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ റേഡിയനിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി, 10 ഇൻറ്റു പൈ ബൈ 180 റാഡ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമുക്കിനി റേഡിയനിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ ഡിഗ്രി മെഷറിലേക്ക് മാറ്റണമെങ്കിൽ ഇപ്പൊ നമുക്ക് 1 റാഡ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, ഈ പൈയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അല്ലേ. അതായത് 1 റാഡ് ഈക്വൽ ടു 180 ബൈ പൈ. 1 ഡിഗ്രി എന്ന് പറയുന്നത് പൈ ബൈ 180 ആണ്, 1 റാഡ് ഈക്വൽ ടു 180 ബൈ പൈ ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു 10 റാഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 10 ഇൻറ്റു 180 ബൈ പൈ ചെയ്താൽ നമുക്ക് അത്രയും ഡിഗ്രി ആണെന്നുള്ളത് കിട്ടും. ഓക്കെ, ആ 2 ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. 1 ഡിഗ്രി എന്ന് പറയുന്നത് പൈ ബൈ 180, 1 റാഡ് എന്ന് പറയുന്നത് 180 ബൈ പൈ. ഓക്കെ, അപ്പൊ ഇത്രയും ടേംസ് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ 2 മെഷർമെന്റ് പറഞ്ഞു, ഡിഗ്രിയും ആംഗിൾ മെഷർ ചെയ്യാനും യൂസ് ചെയ്യുന്നതാണ് ഡിഗ്രിയും, അതുപോലെ തന്നെ റാഡ് എന്ന് പറയുന്നതും റേഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ആംഗിൾസ് അല്ലെ, അതായത് 30 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രി. ഓക്കെ, അതുപോലെ തന്നെ ആംഗിൾസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആംഗിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി മെഷറിലുള്ള ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ മെഷറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 2 എണ്ണം കിട്ടി അല്ലെ. 360 ഡിഗ്രി എന്ന് പറയുന്നത് 2π ആണ്, അതുപോലെ 180 എന്ന് പറയുന്നത് പൈ റാഡും ആണ്. അപ്പൊ അത് നമുക്ക് ആദ്യം നോക്കാം. 360 ഈക്വൽ ടു 2π അല്ലെ, റേഡിയനിൽ 2π ആണ്. 180 എന്ന് പറയുന്നത് പൈ ആണ്. അതുപോലെ തന്നെ 180ന്റെ ഹാഫ് ആണ് എത്ര, 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ 90 ഡിഗ്രി, അപ്പൊ അതിന്റെ റേഡിയൻ എന്ത് വരും, പൈ, പൈന്റെ ഹാഫ്. 180 എന്ന് പറയുന്നത് പൈ ആണ്, അപ്പൊ പൈന്റെ ഹാഫ് പൈ ബൈ 2. ഓക്കെ, അപ്പൊ 90ന്റെ ഹാഫ് ആണ് 45 ഡിഗ്രി, അപ്പോൾ പൈ ബൈ 2ന്റെ ഹാഫ് പൈ ബൈ 4. അങ്ങനെ അത് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ എന്താവും, പൈ ബൈ 2, പൈ ബൈ 3, പൈ ബൈ 4 ആൻഡ് നെക്സ്റ്റ് എന്ത് വരും, പൈ ബൈ 6. 30 ഡിഗ്രി എന്ന് പറയുന്നത് പൈ ബൈ 6 ആണ്. ആൻഡ് 270 ഡിഗ്രി മാത്രമാണ് അതിന് ചെറിയൊരു വ്യത്യാസമുള്ളത്. 270 ഡിഗ്രി ഈക്വൽ ടു 3π ബൈ 2 റാഡ്. ഓക്കെ, ഇത് ഏകദേശം ഒന്ന് ഓർത്ത് വെക്കുക, നമുക്ക് പ്രോബ്ലംസിലെല്ലാം ഇത് അപ്ലൈ ചെയ്യാനുണ്ടാവും. ഓക്കെ, നമുക്കിനി പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. കൺവേർട്ട് 40 ഡിഗ്രി 20 മിനിറ്റ് ഇൻറ്റു റേഡിയൻ മെഷേഴ്സ്. ഓക്കെ, 40 ഡിഗ്രി 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി മെഷറിലാണ് ഉള്ളത്, അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ അറിയാം. എങ്ങനെയാണ്, ഡിഗ്രി മെഷർ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1 ഡിഗ്രി ഈക്വൽ ടു പൈ ബൈ 180 റാഡ് ആണ്. ഓക്കെ, ബട്ട് ഇവിടെ തന്നിട്ടുള്ള ഡിഗ്രി മെഷറിന് പറയുന്നത് 40 ഡിഗ്രി ഉണ്ട്, ബട്ട് എന്തും കൂടി ഉണ്ട്, 20 മിനിറ്റ് ഉണ്ട് അല്ലേ. അപ്പൊ നമുക്കത് അങ്ങനെ ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ 20 മിനിറ്റിനെയും കൂടി നമ്മൾ ഡിഗ്രിയിലേക്ക് ആദ്യം മാറ്റണം. ഡിഗ്രി മെഷറിലേക്ക് മാറ്റി ഇതിനെ ടോട്ടൽ ഡിഗ്രിയിലാക്കി കഴിഞ്ഞാലേ നമുക്കതിനെ പിന്നെ റേഡിയനിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യം എന്ന് വെച്ചാൽ 1 ഡിഗ്രി ഈക്വൽ ടു എന്താണ്, 60 മിനിറ്റ് ആണ് അല്ലേ. 60 മിനിറ്റ് ആണെന്ന് അറിയാം, പക്ഷെ ഇവിടെ 60 മിനിറ്റ് ഇല്ല, 20 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 60യുടെ എത്ര ഭാഗമാണ് 20 മിനിറ്റ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാലോ. അതായത് 20 + 20 + 20 ആണ് എന്ത്, 60. അതായത് 60യുടെ 1/3 ഭാഗമാണ് 20 എന്ന് പറയുന്നത്. 60 മിനിറ്റിന്റെ 1/3 ഭാഗമാണ് 20 മിനിറ്റ്. 60 ബൈ 3 ആണ് എന്ത്, 20 എന്ന് പറയുന്നത് അല്ലേ. അതായത് 1/3 ഭാഗം 1/3 ഡിഗ്രി ആണ് എന്ത് വരാം, 20 മിനിറ്റ്. അതായത് 1 ഡിഗ്രി ആണ് 60 മിനിറ്റ്. ആ 1ന്റെ
1/3, 1ന്റെ 3/1 ഭാഗമാണ് 20 മിനിറ്റ്. മനസ്സിലായോ? 1 ഡിഗ്രിയുടെ 3/1 ഭാഗമാണ് എന്ത് 20 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ എഴുതി? 1 ഡിഗ്രി അല്ല, 1/3 ഡിഗ്രി ഈക്വൽ ടു 20 മിനിറ്റ്. ഓക്കെ, ഇനി നമ്മൾ ഈ രണ്ടും കൂടി ആഡ് ചെയ്തു. 40 1/3 ഡിഗ്രി എന്നാവും ടോട്ടൽ. അതായത് കംപ്ലീറ്റ് എന്തായി? ഇപ്പം ഡിഗ്രിയിലേക്ക് മാറി. പക്ഷെ ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷനിലാണ് ഉള്ളത്. അതിനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ 40 1/3. അതിനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. അതായത് നമ്മൾ എങ്ങനെയാ മാറ്റാം? 40 × 3 അല്ലേ? നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 40 × 3 എത്ര വരും? 120. 120 + 1 121 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, 40 × 3 + 1 ഡിവൈഡഡ് ബൈ 3 121 ഡിഗ്രി ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇത് ടോട്ടൽ ഡിഗ്രി മെഷറിലായി. നെക്സ്റ്റ് എന്ത് ചെയ്യാം? നമുക്ക് ആ ഡിഗ്രി മെഷറിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം യൂസിങ് ദിസ് ഇക്വേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് π/180 × 121/3 rad ഈക്വൽ ടു എന്ത് വരും? 121 π/540. 180 × 3 540 rad എന്ന് കിട്ടും. ഓക്കെ, അതായത് 1 ഡിഗ്രി എന്ന് പറയുന്നത് π/180 rad ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെയുള്ള ഡിഗ്രി മെഷർ 121 ഡിവൈഡഡ് ബൈ 3 ആണ്. അപ്പൊ ആ ഇക്വേഷനെ 121/3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് വേണ്ട റേഡിയൻ കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൺവേർട്ട് 6 റേഡിയൻ ഇൻടു ഡിഗ്രി. ഓക്കെ, 6 റേഡിയനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് അറിയാം റേഡിയനിൽ തന്നിട്ടുള്ള മെഷറിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1 rad ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ പൈ ആണ്. ഓക്കെ, ഇവിടെ 6 rad ആണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യും? 6 × 180/π. ഓക്കെ, 1080 കിട്ടും. 6 × 180 1080 ഡിവൈഡഡ് ബൈ പൈ ഉണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പൈ ഉണ്ടാവൂലല്ലോ. അതായത് 30 ഡിഗ്രി 40 ഡിഗ്രി അങ്ങനെ ഡിഗ്രി മെഷർ മാത്രമേ ഉണ്ടാവൂ. ന്യൂമറിക്കൽ നമ്പേഴ്സ് മാത്രമേ അവിടെ ഉണ്ടാവൂ. അപ്പോൾ പൈന്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 22/7 കൊടുക്കാം. ഓക്കെ, 1080 ഡിവൈഡഡ് ബൈ 22/7. ഈ 7 മേലോട്ട് വരും. 1080 × 7/22. ഓക്കെ, ഇതിനെ നമ്മൾ കട്ട് ചെയ്തു. 22 കട്ട് ചെയ്തു. ഓക്കെ, 11 1080 540 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 540 × 7 ഡിവൈഡഡ് ബൈ 11 കിട്ടി. ഇതിനെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 343 × 64 ഡിഗ്രി എന്നാണ് കിട്ടുക. അതായത് അവിടെ ഒരു പോയിന്റ് വരുന്നുണ്ട്. അതായത് ഇത്രയും ഭാഗമാണ് നമുക്ക് കറക്റ്റ് ഡിഗ്രിയിൽ കിട്ടിയത്. 343 ഡിഗ്രി കറക്റ്റ് കിട്ടി. ബാക്കി വരുന്ന പോർഷൻ എന്ന് വെച്ചാൽ മിനിറ്റിലാവാം, അതുപോലെ തന്നെ സെക്കൻഡിലും ഉണ്ടാവാം. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ മിനിറ്റിലേക്കും ഇനി സെക്കൻഡിലുണ്ടെങ്കിൽ സെക്കൻഡിലേക്കും കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 0.64 മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 60 ചെയ്യാം. ഓക്കെ, 64 എടുത്തിട്ട് ഡിവൈഡഡ് ബൈ 60 ചെയ്യാം. അപ്പൊ നമുക്ക് വാല്യൂ കിട്ടും. ഓക്കെ, മിനിറ്റിലുള്ള വാല്യൂ കിട്ടും. പിന്നെയും ആ മിനിറ്റിലുള്ള വാല്യൂവിലും പോയിന്റ്സ് വരുന്നുണ്ടെങ്കിൽ അതിനെ വീണ്ടും ഡിവൈഡഡ് ബൈ 60 ചെയ്യുക. ആ വാല്യൂ മാത്രം എടുക്കുക, പോയിന്റ് നോക്കാതെ വാല്യൂ മാത്രം എടുത്തിട്ട് ഇപ്പൊ 64 എടുക്കുക. അത് ഡിവൈഡഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനിറ്റിലുള്ള വാല്യൂ കിട്ടും. അതിന് പിന്നെയും പോയിന്റ് വരുന്നുണ്ട്. ആ പോയിന്റ് വരുന്ന വാല്യൂവിനെ എടുത്ത് 60 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് സെക്കൻഡിലുള്ളത് കൂടി കിട്ടും. ഓക്കെ, സെക്കൻഡിലുള്ള വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 343 ഡിഗ്രി 38 മിനിറ്റ് 10.9 സെക്കൻഡ് എന്നാണ് ഇതിന്റെ ഡിഗ്രിയിൽ കിട്ടുന്ന മെഷർ. ഓക്കെ, 6 റാഡിന്റെ. Find the radius of the circle in which a central angle 60 degree intersect an arc of length 37.4 centimeter. ഓക്കെ, ഇവിടെ നമുക്ക് ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ? ലെങ്ത് ഈക്വൽ ടു 37.4 സെന്റിമീറ്റർ. റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് ദി സർക്കിൾ നമുക്ക് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ ആണ് അല്ലേ? അതുപോലെ ആംഗിൾ തന്നിട്ടുണ്ട് 60 ഡിഗ്രി. നമുക്കറിയാം ഒരു സർക്കിളിന്റെ റേഡിയസും അതുപോലെ തന്നെ ആംഗിളും തന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് L = R × θ. ഓക്കെ, ഇവിടെ L തന്നിട്ടുണ്ട്, ആംഗിൾ തീറ്റയും തന്നിട്ടുണ്ട്, റേഡിയസ് R നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ R ഒരു ഇക്വേഷൻ ഉണ്ടാക്കാം. R = L/θ, L ഡിവൈഡഡ് ബൈ θ. ഓക്കെ, തീറ്റ എന്ന് പറയുന്നത് ഇവിടെ 60 ഡിഗ്രി എന്നാണുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു സർക്കിളിന്റെ കേസിൽ നമ്മൾ റേഡിയൻ ആണ് ആംഗിൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, റേഡിയൻ ആണ്. അപ്പൊ അതിനെ ഡിഗ്രിയിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ റേഡിയനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ 60 ഡിഗ്രി ആദ്യം നമ്മൾ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ ചെയ്യും?
റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു π/180 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 60 × π/180 റാഡ് ആയിരിക്കും അവിടുത്തെ റേഡിയൻ മെഷർ. 60 ഡിഗ്രീൻ്റെ റേഡിയൻ മെഷർ 60 × π/180 വിച്ച് ഈസ് ഈക്വൽ ടു π/3. ഓക്കെ, π/3 60 360 അല്ലേ. അതായത് 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 കിട്ടും, π/3. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ടേബിളിൽ അറിയാലോ 60 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ടുള്ള ആംഗിളാണ് ഏത്, റേഡിയൻ മെഷറാണ് π/3 എന്ന് പറയുന്നത് അല്ലേ, π/3. ഓക്കെ, അത് ഓർമ്മയില്ലെങ്കിൽ ഈ മെത്തേഡ് വെച്ചിട്ട് ചെയ്ത് നോക്കുക. 60 ഡിഗ്രി എന്ന് പറയുന്നത് π/3. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. R = L/θ ആണ്. L 37.4 ഡിവൈഡഡ് ബൈ θ π/3. ഓക്കെ, 3 മേലെ വരും, 37.4 × 3 ഡിവൈഡഡ് ബൈ π. നെക്സ്റ്റ് പൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 22/7 ആണ് പൈൻ്റെ വാല്യൂ. 22/7 അതിലെ 7 മേലെ വന്നു. 37.4 × 3 × 22/7 7 മേലെ. ഓക്കെ, × 7 ഡിവൈഡഡ് ബൈ 22. കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 35.7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും, റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മിനിറ്റ് ഹാൻഡ് ലെങ്ത് ഈസ് 1.5 സെൻറ്റിമീറ്റർ ലോങ്. ഹൗ ഫാർ ഡസ് ഇറ്റ് ടോക്ക് മൂവ് ഇൻ 40 minutes? Okay, how far does it top move in 40 minutes? Okay, അപ്പോൾ ഒരു മിനിറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ അതൊരു ക്ലോക്ക് ആയിരിക്കും അല്ലേ. അപ്പോൾ ക്ലോക്കിൻ്റെ മിനിറ്റ് ഹാൻഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 1.5 സെൻറ്റിമീറ്റർ. അതായത് ക്ലോക്ക് ഒരു സർക്കിൾ ഷേപ്പ് അല്ലേ. അപ്പോൾ അതിൻ്റെ മിനിറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഡിയസ് ആയിരിക്കും അല്ലേ, റേഡിയസ് ആയിരിക്കും. അത് തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട് 1.5. ഓക്കെ, മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക് എന്ന് പറയുമ്പോൾ അത് റേഡിയസ് ആയിരിക്കും. നമ്മളൊരു സർക്കിളാണ് ക്ലോക്ക് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത് R = ഇവിടെ 1.5 ആണെന്ന് തന്നിട്ടുണ്ട്. ഹൗ ഫാർ ഡസ് ഇറ്റ് ടോക്ക് മൂവ് ഇൻ 40 minutes? ഓക്കെ, 40 മിനിറ്റിൽ ആ ഒരു മിനിറ്റ് ഹാൻഡ് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 40 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു സർക്കിളിൻ്റെ കേസിൽ ആംഗിൾ മെഷർ ചെയ്യുന്നത് ഏതിലാണ്, റേഡിയനിലാണ് അല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും അവിടുത്തെ മെഷർ എന്ന് പറയുന്നത്, ആ റാഡിലുള്ള മെഷർ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 40 മിനിറ്റ് എന്നാണ്. അതായത് 40 മിനിറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ആംഗിളാണ്, ആ ഒരു സർക്കിളിലെ ആംഗിളാണ് ഇവിടെ 40 മിനിറ്റ്. അതായത് ഡിഗ്രിയിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഡിഗ്രീൻ്റെ സ്മോൾ വേർഷനാണ് ഏത്, മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 40 മിനിറ്റ് എന്ന് പറഞ്ഞത് ആക്ച്വലി അവിടുത്തെ ആംഗിളാണ്, പക്ഷെ നമുക്കത് റേഡിയനിലാണ് വേണ്ടത്. ഓക്കെ, 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആംഗിളാണ്, പക്ഷെ നമുക്കത് റേഡിയനിലാണ് സർക്കിളിൻ്റെ കേസ് ആയതുകൊണ്ട് വേണ്ടത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഹൗ ഫാർ ഡസ് ഇറ്റ് ടോക്ക് മൂവ് ഇൻ 40 മിനിറ്റ്? എത്ര ദൂരം അത് 40 മിനിറ്റ് കൊണ്ട് ആ മിനിറ്റ് ഹാൻഡ് സഞ്ചരിക്കുന്നതാണ്. അതായത് മിനിറ്റ് ഹാൻഡ് ഇവിടെ ആണെങ്കിൽ അത് ഇത്രയും, ഇപ്പം ഇതാണ് ആംഗിൾ എങ്കിൽ അത് മേക്ക് ചെയ്ത 40 മിനിറ്റ് എന്ന് പറയുന്ന ആംഗിൾ ഇതാണെങ്കിൽ ഈ ആംഗിൾ കൊണ്ട് ആ മിനിറ്റ് ഹാൻഡ് എത്ര ദൂരം ട്രാവൽ ചെയ്യും? അതായത് ഈ ആർക്ക് ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇവിടെ നിന്ന് ഇത്ര വരെ എത്താനുള്ള ആ ലെങ്ത് എത്ര ദൂരമാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ അവിടുത്തെ ആർക്ക് ലെങ്ത് L ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് R തന്നിട്ടുണ്ട്, അതുപോലെ ആംഗിളും ഡിഗ്രി മെഷറിൽ 40 മിനിറ്റ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് L ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ 40 മിനിറ്റിന് അതിൽ കൊടുക്കാൻ പറ്റില്ല അല്ലേ. അതായത് Lൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, L = ആർക്ക് ലെങ്ത് = r θ ആണ്. L = r θ. R തന്നിട്ടുണ്ട്, തീറ്റ എന്ന് പറയുന്നത് 40 മിനിറ്റ് എന്നാണ് തന്നത്. അതിനെ നമ്മൾ ആദ്യം കൺവേർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനെ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് മുന്നേ 40 മിനിറ്റ് ആണ്, അവിടെ ഡിഗ്രി മെഷർ ഒന്നും ഇല്ല. അപ്പോൾ ആ 40 മിനിറ്റ് എന്ന് പറയുന്നത് 60 മിനിറ്റിൽ എത്ര ഭാഗം നോക്കണം. നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്തതുപോലെ തന്നെ ഈ 60 മിനിറ്റിൻ്റെ എത്ര പാർട്ടാണ് 40 നോക്കാം. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, 40 / 60 എന്ന് പറയുമ്പോൾ 2/3 അല്ലേ. 2/3 60ൻ്റെ 2/3 പാർട്ടാണ് 40 എന്ന് പറയുന്നത്. അതായത് അത്രയും ഡിഗ്രി 2/3 ഡിഗ്രി ആയിരിക്കും എന്ത് 40 മിനിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ 20 മിനിറ്റ് നേരത്തെ ഒരു പ്രോബ്ലത്തിൽ ചെയ്തിരുന്നു 1/3 അല്ലേ, 1/3 ഡിഗ്രിന്ന്. അതുപോലെ 40/60 എന്ന് പറയുന്നത് 2/3 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ എന്താക്കണം, അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ക്ലോക്ക് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ 1 റെവല്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 2π. ഓക്കെ, 360 ഡിഗ്രിയാണ് 1 റെവല്യൂഷനിൽ അത് കവർ ചെയ്യുന്നത്. ഓക്കെ,
ഒരു മിനിറ്റ് ഹാൻഡ് 1 റെവല്യൂഷൻ കംപ്ലീറ്റ് ആക്കാന്ന് വെച്ചാൽ അവിടെ 360 ഡിഗ്രി അല്ലെങ്കിൽ 2π അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, അത്രയും ആംഗിൾ അത് കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ തന്നിട്ടുണ്ട് ആംഗിൾ എത്രയാണ് 2/3 ഡിഗ്രി മാത്രമേ അത് കവർ ചെയ്യുന്നുള്ളൂ, അതായത് 40 മിനിറ്റ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ 2πന്റെ എത്ര ഭാഗമാണ് 2/3 എന്നും കൂടി നോക്കണം. ഓക്കെ, നമുക്ക് ഇത്രയും ഫുള്ളായിട്ട് വേണ്ടാലോ, അതായത് ഈ ഒരു ചെറിയ പോർഷൻ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ അത് എത്രയാണെന്ന് നോക്കാം. അപ്പൊ നമുക്കത് റേഡിയനിൽ കിട്ടും. ഓക്കെ, അപ്പൊ 2/3 ഇൻറ്റു 2π എത്രയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 4π/3 റാഡിന് കിട്ടും. അതായത് 2π ഇല്ല അവിടെ. ഓക്കെ, 2πന്റെ 2/3 പോർഷൻ മാത്രമേ അവിടെ എന്താക്കുന്നുള്ളൂ, ട്രാവൽ ചെയ്യുന്നുള്ളൂ അല്ലെ. 2πന്റെ ഇതിപ്പോ 2/3 ഡിഗ്രിയിലാണുള്ളത്, നമുക്ക് റേഡിയനിലാണ് വേണ്ടത്. അപ്പൊ ഈ ക്ലോക്കിന്റെ കേസ് ആയതുകൊണ്ട് അത് 1 റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് ഹാൻഡിന്റെ 1 റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി അല്ലെങ്കിൽ 2π റാഡ് അത് ട്രാവൽ ചെയ്യും. അപ്പൊ 2π റാഡ് എന്ന് വെച്ചാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇത്ര വരെയാണ്, അത്ര വേണ്ടല്ലോ. ഈ മിനിറ്റ് ഹാൻഡ് ഇവിടുന്ന് ഇത്ര വരെ ട്രാവൽ ചെയ്യുന്നുള്ളൂ. ഓക്കെ, 40 മിനിറ്റ് എന്ന് പറഞ്ഞ ആംഗിൾ അല്ലെങ്കിൽ ഇപ്പൊ കിട്ടി 2/3 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ അത്രേ വേണ്ടു. അത് 2πന്റെ എത്ര പോർഷനാണ്, ഇത്ര ഭാഗയിലുള്ളൂ, അതാണ് കണ്ടുപിടിച്ചത്. 2/3 ഇൻറ്റു 2π ഇറ്റ് ഈസ് ഈക്വൽ ടു 4π/3 റാഡിന് കിട്ടി, അതായത് അത് റേഡിയനിൽ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ആർക്ക് ലെങ്ത് L കണ്ടുപിടിക്കാം, അതായത് ആ മിനിറ്റ് ഹാൻഡ് എത്ര ദൂരം സഞ്ചരിച്ചുകൊണ്ട് കണ്ടുപിടിക്കാം. L ഈക്വൽ ടു r തീറ്റ, അതായത് 1.5 ഇൻറ്റു 4π/3. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1.5 അല്ലെ 2, 1.5 3ൽ 2 ഉണ്ട്, അതുപോലെ തന്നെ 1.5 കട്ടായി 2 കട്ട് ചെയ്ത് ബാക്കി 2π. ഓക്കെ, അപ്പൊ ഇവിടെ പൈന്റെ വാല്യൂ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന്. സോ L ഈക്വൽ ടു 2 ഇൻറ്റു 3.14 ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 6.28 സെന്റിമീറ്റർ. അതായിരിക്കും അവിടുത്തെ ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ ആ ഒരു മിനിറ്റ് ഹാൻഡ് സഞ്ചരിച്ച ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, 6.28 കൺവേർട്ട് ചെയ്യാനാണ്. -47 ഡിഗ്രി 30 മിനിറ്റ് അതിനെ നമ്മൾ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ നമുക്കിപ്പോൾ ഡിഗ്രി മാത്രമല്ല മിനിറ്റും കൂടി ഉണ്ട്, അപ്പൊ അത് ടോട്ടലായി നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ ഈ 30 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്, 1 ഡിഗ്രി ഈക്വൽ ടു 60 മിനിറ്റ് ആണ്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 30 മിനിറ്റിന് 60 മിനിറ്റിന്റെ എത്ര ഭാഗമാണ് 30 മിനിറ്റ് നോക്കാം. അപ്പൊ 30 ഡിവൈഡഡ് ബൈ 60 എന്ന് പറയുന്നത് എത്രയാണ്, 1/2 ആണ് അല്ലെ. 60ന്റെ ഹാഫ് ആണ് 30, അപ്പോൾ 1/2 ഡിഗ്രി എന്ന് എഴുതാം. 30 മിനിറ്റിനെ നമുക്ക് 1/2 ഹാഫ് ഡിഗ്രി എന്ന് എഴുതാം. 60 ആണ് 1 ഡിഗ്രി എന്ന് പറയുന്നത്, 30 മിനിറ്റ് ആയിരിക്കും അപ്പോൾ ഹാഫ് ഡിഗ്രി. ഓക്കെ, അപ്പോൾ -47 ഹാഫ് ഡിഗ്രി എന്ന് കിട്ടി. ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആകാനുള്ളത്, അതിനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, 47 ഇൻറ്റു 2 ദാറ്റ് ഈസ് 94 പ്ലസ് 1 95 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, -95/2 ഡിഗ്രി എന്ന് കിട്ടും. ഇനി അതിനെ നമ്മൾ റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യുക ഇൻറ്റു π/180 ചെയ്തിട്ട്. ഓക്കെ, -95/2 ഇൻറ്റു π/180 വിച്ച് ഈസ് ഈക്വൽ ടു -19π/72 റാഡ് എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഡിഗ്രി മെഷർ ഇൻ 11/16. 11/16 നമ്മൾ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ 11/16 ഇൻറ്റു നമ്മൾ ഡിഗ്രി മെഷറിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുക, ഇൻറ്റു 180/π ചെയ്യും അല്ലേ. അപ്പോൾ 11/16 ഇൻറ്റു 180/π വിച്ച് ഈസ് ഈക്വൽ ടു പൈൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് നമുക്ക് ഡിഗ്രി മെഷറിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലേ, അപ്പോൾ അവിടെ പൈ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ 11/16 ഇൻറ്റു 180/π, അതായത് പൈൻ്റെ വാല്യൂ 22/7 കൊടുക്കുക. 22/7 കൊടുക്കുമ്പോൾ അതിൽ 7 മേലെ വരും അല്ലേ. അപ്പോൾ 11 ഇൻറ്റു 180 ഇൻറ്റു 22/7 7, ഓക്കെ, ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 22. ഓക്കെ, 22/7 7 മേലെ പോയി 22 താഴെ. ഓക്കെ, അതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കിട്ടാം 39 3/8 ഡിഗ്രി എന്നാണ് കിട്ടുക. 39 3/8 ഡിഗ്രി എന്നുള്ള ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിനർത്ഥം എന്താണ്, 39 ഡിഗ്രി ഇട്ട് ബാക്കിയുള്ളത് എന്തായിരിക്കും, മിനിറ്റ് ആവാം സെക്കൻഡ് ആവാം അല്ലേ. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്തിട്ട് കാൽക്കുലേറ്ററിൽ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് ആയി ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഇൻറ്റു 60 കൊണ്ട് ഡിവൈഡഡ് ബൈ 60 കൊണ്ട് ചെയ്താൽ മതി. ഓക്കെ, നമ്മൾ ആ പോയിന്റിന് ശേഷമുള്ള വാല്യൂ എടുത്തിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 60 കൊണ്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്കിത് ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫ്രാക്ഷൻസ് ആണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ 3/8 എന്നല്ലേ ഉള്ളത്,
3/8 നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അതായത് അതിനെ നമുക്ക് മിനിറ്റിലേക്ക് മാറ്റണം അല്ലേ. അപ്പൊ 39 ഡിഗ്രി ആയി. ഓക്കെ, ബാക്കി 3/8 ഉണ്ട്. അപ്പൊ 3/8 × 60, അതായത് നമുക്ക് മിനിറ്റിലേക്കല്ലേ മാറ്റേണ്ടത്. അപ്പൊ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഫ്രാക്ഷൻ ആയതുകൊണ്ടാണ് × 60 ചെയ്യുന്നത്. 3/8 × 60 മിനിറ്റ്. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 39 ഡിഗ്രി പ്ലസ് 45/2 മിനിറ്റ് എന്ന് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 45 മിനിറ്റ്/2 ആണ്. 45/2 മിനിറ്റ് എന്നാണ് കിട്ടുക. ഓക്കെ, അതായത് അത് പിന്നെയും എങ്ങനെയുള്ളത്? ഒരു ഫ്രാക്ഷനിലാണ് ഉള്ളത്. അതിനെ നമുക്ക് വീണ്ടും മാറ്റണം. നമുക്കൊരു കറക്റ്റ് ഡിഗ്രി കിട്ടണം അല്ലേ. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ ചെയ്യാം? ഈ ഫ്രാക്ഷൻ മാറ്റണം. ഫ്രാക്ഷൻ വാല്യൂ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. അപ്പൊ നമുക്കൊരു ടേം കിട്ടുമല്ലോ. മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു ടേം കിട്ടും. നമുക്കൊരു കറക്റ്റ് ഒരു വാല്യൂ കിട്ടും അല്ലെ. അപ്പൊ 39 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞു. ബാക്കി 45/2 നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. അതായത് 45 അല്ലേ, 45 എന്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2 × 22 എന്ന് പറയുന്നതാണ് എന്ത്? 2 × 22 ആയിരിക്കും 44. ഇങ്ങനെയല്ല മിക്സ്ഡ് ഫ്രാക്ഷൻ വരാം. 2 × 22, 2നോട് 22 മൾട്ടിപ്ലൈ ചെയ്താൽ 44 പ്ലസ് 1 ചെയ്താൽ എന്ത് കിട്ടും? 45/5 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ, അതിനൊക്കെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 22 എന്നുള്ളത് കിട്ടി. അതായത് നമുക്ക് സെക്കൻഡിലുള്ള വാല്യൂ കിട്ടി. ഓക്കെ, ഈ ഒരു മിനിറ്റ് ഫ്രാക്ഷനിലാണ് ഉള്ളത്. അതിനെ നമ്മൾ ഫ്രാക്ഷൻ ഒഴിവാക്കണം. അതിന് വേണ്ടിയാണ് ഈ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റിയിട്ട് അതിന്റെ ഫസ്റ്റ് ടേം എടുത്തു. അത് മിനിറ്റിലായി. ബാക്കിയുള്ള ഈ ഫ്രാക്ഷനെ എന്തായിരിക്കും? ഈ ഹാഫ് എന്ന് പറയുന്ന ഫ്രാക്ഷൻ സെക്കൻഡിലേക്ക് മാറ്റേണ്ടതാണ്. ഓക്കെ, അപ്പൊ പ്ലസ് 1/2 × 60, അത്രയും സെക്കൻഡ്സും കൂടി ഉണ്ടാവും എന്നർത്ഥം. അപ്പൊ 1/2 × 60 എന്ന് വെച്ചാൽ എത്രയാണ്? 30 അല്ലെ. 60ന്റെ ഹാഫ് 30. അപ്പൊ 39 ഡിഗ്രി 20 മിനിറ്റ് 30 സെക്കൻഡ് ആയിരിക്കും ഇവിടുത്തെ ഡിഗ്രി മെഷർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ആ ഒരു ഫ്രാക്ഷൻ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഫ്രാക്ഷൻസ് ആണെങ്കിൽ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ × 60 വെച്ച് ചെയ്യാം. എന്നിട്ട് അത് മിനിറ്റിൽ കിട്ടും. ആ മിനിറ്റിലും ഫ്രാക്ഷൻ ആണെങ്കിൽ ചില സമയത്ത് ഇവിടെ ഫ്രാക്ഷൻ ഉണ്ടാവണമെന്നില്ല. നമുക്ക് മിനിറ്റ് ഡയറക്റ്റ് ഇപ്പൊ 45 മിനിറ്റ് അങ്ങനെ മാത്രം കിട്ടാം. അങ്ങനെയാണെങ്കിൽ അവിടെ കഴിഞ്ഞു. അല്ല, ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ അതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റാം. എന്നിട്ട് അതിന്റെ ഫസ്റ്റ് ടേം മിനിറ്റിലെടുക്കുക. ബാക്കി വരുന്ന ഫ്രാക്ഷനെ വീണ്ടും 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അതും എന്തായി മാറും? സെക്കൻഡിലേക്ക് മാറും. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കറക്റ്റ് എല്ലാ കാൽക്കുലേഷൻസും മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന വാല്യൂല് പോയിന്റ് ഉണ്ടാവില്ല, അതിന് /60 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് find the measure of angle suspended by the center of circle of radius 100 cm by arc length 22 cm. ഇവിടെ നമ്മളോട് മെഷർ ചെയ്യാൻ പറഞ്ഞത് ആംഗിൾ ആണ്. സർക്കിളിന്റെ ആംഗിൾ ആണ് മെഷർ ചെയ്യാൻ പറഞ്ഞത്. സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 100 cm ആൻഡ് ആർക്ക് ലെങ്ത് 22 cm. ഓക്കെ, r തന്നിട്ടുണ്ട്, l തന്നിട്ടുണ്ട്. തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ആർക്ക് ലെങ്ത്തിന്റെ ഇക്വേഷൻ L = r�sh. അതിൽ നിന്ന് തീറ്റ = L/r എന്ന് എഴുതാം അല്ലെ. L 22/r എന്ന് പറയുന്നത് 100 ആണ്. 22/100 which is equal to 0.22 rad. എനിക്ക് ഇവിടെ ആംഗിൾ കിട്ടി, റേഡിയനിലാണ് കിട്ടിയത്. അതിനെ ഡിഗ്രി മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 0.22 ഇൻറ്റു ഡിഗ്രിയിലേക്ക് മാറ്റാൻ 180/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 0.22 ഇൻറ്റു 180/π. ഓക്കെ, പൈൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിഗ്രി മെഷറിലേക്കാണ് നമുക്ക് ഈ ആംഗിൾ വേണ്ടത്. ഓക്കെ, റേഡിയനിൽ കിട്ടി, അതിനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 0.22 ഇൻറ്റു 180/π. പൈൻ്റെ വാല്യൂ കൊടുക്കുക. 22/7 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കാം. ഓക്കെ, ആ 22/7 π = 22/7 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 22/7 7 മേലെ വന്നു. ഓക്കെ, അപ്പോൾ 0.22 ഇൻറ്റു 180 ഇൻറ്റു 7/22 7 മേലെ വന്നു. ദെൻ ഇവിടെ എന്താ ഉള്ളത്? പോയിന്റ് ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് കാൽക്കുലേഷൻ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി ഈ 0.22നെ നമുക്ക് പോയിന്റ് കളയാം. എങ്ങനെ? /100 ചെയ്താൽ മതി അല്ലേ. 0.22 /100 ആണ്. അതായത് 22/100 ആണ്. എന്ത്? 22/100 ആണ് 0.22 അല്ലേ. അപ്പോൾ ആ പോയിന്റ് കളയാൻ വേണ്ടി നമ്മൾ താഴത്തെ ഒരു 100 കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. 22 എന്ന് എഴുതാൻ പോയിന്റ് കളയാൻ, അതായത് കാൽക്കുലേഷൻ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ 22 ഇൻറ്റു 180 ഇൻറ്റു 7/22 ഇൻറ്റു 100 കൊടുത്തപ്പോൾ അവിടെ 22 ആയി. അപ്പോൾ ഈ 22 ക്യാൻസൽ ചെയ്തു. 0 ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ 5 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5, ഇവിടെ 9 വരും. 9 × 7 / 5
ദാറ്റ് ഈസ് 63 ഡിഗ്രി ഡിവൈഡഡ് ബൈ 5 കിട്ടും. ദെൻ ഇതൊരു ഫ്രാക്ഷൻ ആണ് അല്ലേ, അപ്പോൾ ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ടേം ഡിഗ്രി ഉള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ 63 ഡിവൈഡഡ് ബൈ 5 ആണ്. അപ്പോൾ 5നെ ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 63 കിട്ടുമല്ലേ. അപ്പോൾ 12 into 5 ആണ് എന്ത് 60. 60 + 3 എന്ന് പറയുന്നത് 63. അപ്പോൾ 12 3/5 എന്ന് കിട്ടി. അതായത് 12 into 5 60 + 3 63 ഡിവൈഡഡ് ബൈ 5 മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് ഇവിടെ 12 കിട്ടിയല്ലേ. അപ്പോൾ 12 ആയിരിക്കും ഡിഗ്രിയിലുള്ളത്. ബാക്കി 3/5 എന്ന് പറയുന്നത് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 3/5 into 60 അത്രയും മിനിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 3/5 into 60 എന്ന് പറയുന്നത് 36 ആണ്. 5 60 എത്ര 5 ഉള്ളത് 12 അല്ലേ. അപ്പോൾ 3 into 12 എന്ന് പറയുന്നത് 36 എന്ന് കിട്ടും. പിന്നെ സെക്കൻഡിലേക്ക് മാറ്റാനില്ല, അത് കറക്റ്റായിട്ട് 36 മിനിറ്റ് എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൻസർ 12 ഡിഗ്രി 36 മിനിറ്റ് ആയിരിക്കും അവിടുത്തെ ആ സർക്കിളിൽ ഉണ്ടാവുന്ന. ആക്ച്വലി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിലെ ആംഗിൾസ്, മെയിനായിട്ട് ആംഗിൾസ്, ഡിഗ്രി മെഷറിലുള്ള ആംഗിളും റേഡിയൻ മെഷറിലുള്ള ആംഗിളുമാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ കൺവേർഷൻ എല്ലാം കണ്ടു. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതിലെ പ്രോബ്ലംസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻസ് ആണ് നോക്കാനുള്ളത്. ഈ ഒരു ആംഗിൾസിൻ്റെ പാർട്ട് കഴിഞ്ഞു. നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.